ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസത്തിൻ്റെ ആത്മീയ പ്രാധാന്യവും ഗ്രഹമാറ്റങ്ങളും പരിഗണിച്ച് ആദിത്യൻ ഈ ആഴ്ചയിൽ കർക്കിടകം രാശിയിൽ പൂയം ഞാറ്റുവേലയിലാണ്. അതുപോലെ ചന്ദ്രൻ വെളുത്ത കറുത്ത പക്ഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ജൂലൈ 29 ബുധനാഴ്ചയാണ് ഗുരു പൗർണമിയും വേദവ്യാസ ജയന്തിയും വരുന്നത്. അതുപോലെ വ്യാഴം കർക്കിടകം രാശിയിൽ മൗഢ്യ അവസ്ഥയിൽ തുടരുകയാണ്. ശനി മീനം രാശിയിൽ രേവതി നക്ഷത്രത്തിലും. ബുധനാഴ്ച മുതൽ ശനിക്ക് വക്രഗതി ആരംഭിക്കും. അതുപോലെ ശുക്രൻ ചിങ്ങം രാശിയിലാണ്. ആഴ്ചയുടെ അവസാനം നീച രാശിയായ കന്നിയിൽ പ്രവേശിക്കും. ചൊവ്വയും ബുധനും ഈ ആഴ്ച മുഴുവൻ മിഥുനം രാശിയിൽ തുടരുന്നു. രാഹു കുംഭത്തിൽ ചതയത്തിലും കേതു ചിങ്ങത്തിൽ മകത്തിലും. തൃക്കേട്ട മുതൽ ചതയം വരെയുള്ള നക്ഷത്രങ്ങളിലൂടെയാണ് ചന്ദ്രസഞ്ചാരം. ഈയൊരു ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലം നോക്കാം. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ചയിലെ ആദ്യ ദിവസങ്ങളിൽ വളരെയധികം സുഗമത കുറയും. ചന്ദ്രസഞ്ചാരം അനിഷ്ട രാശികളിലാണ്. ചൊവ്വ മുതൽ കാലം നിങ്ങൾക്ക് അനുകൂലമായി മാറും. അതുപോലെ പ്രതീക്ഷിച്ചതുപോലെയുള്ള സ്വയം പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കുവാനും കഴിയുന്നതാണ്. തൊഴിലിടത്തിൽ അനിശ്ചിതത തുടരുന്നതാണ്. അല്പം റിസ്ക്കായി തോന്നിയ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടം കൊയ്യുവാൻ ഈ ആഴ്ച സാധിക്കും. അതുപോലെ പലരുടെയും പിന്തുണ വന്നു ചേരുന്ന ഒരു വാരമാണ്. ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതാണ്. അതുപോലെ ഉപാജപങ്ങളിൽ നിന്നും കൃത്യമായ അകലം പാലിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. പുതിയ വാഹനം വാങ്ങുവാൻ തൽക്കാലം നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച ഗ്രഹാനുകൂല്യമില്ലാത്ത കാലമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അതുപോലെ കുടുംബത്തിലെ ഭിന്നാഭിപ്രായങ്ങൾക്ക് തൽക്കാലം വിരാമം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങളുടെ മനസ്സിൽ പല രീതിയിലുള്ള ആലോചനകളും പദ്ധതികളും ഉയർന്നു വരുന്നതാണ്. പക്ഷേ അവ നടപ്പിലാക്കുവാൻ ധാരാളം പ്രായോഗിക പ്രശ്നങ്ങളും വന്നു ചേരും. ഔദ്യോഗിക ജീവിതത്തിൽ വളർച്ചയും തളർച്ചയും ഉണ്ടാകും. അതുപോലെ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് ജനപിന്തുണ ഈയൊരു ആഴ്ച വന്നു ചേരില്ല. എന്നാൽ ആകസ്മികമായ സഹകരണം കൈവരും. മേലധികാരിയുടെ വിശ്വാസം പറ്റുവാൻ സാധിക്കുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ധനപരമായി നിങ്ങൾക്ക് മോശമൊരു ആഴ്ചയല്ല. ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും ഈയൊരു ആഴ്ച നടന്നു കിട്ടും. അതുപോലെ വിദേശത്തും അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്കും ഉത്സവ അവധിക്കാല സകുടുംബം യാത്രകൾ ചെയ്യുവാനും കഴിയുന്ന ഒരു വാരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലാകയാൽ പല നേട്ടങ്ങളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതായത് സർക്കാരിൽ നിന്നും പ്രൊജക്റ്റിന് അനുമതി, അതുപോലെ ആരംഭിച്ച കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിയുക, പാരമ്പര്യ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വരുമാനം വർദ്ധിക്കുക, അങ്ങനെ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതാണ്. ചില തടസ്സങ്ങളെ ചൊല്ലി വേണ്ടപ്പെട്ട ആളുകളുമായി കൂടിയാലോചന സാധ്യമാകും. വായ്പകൾ തിരിച്ചടയ്ക്കുവാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളിൽ നിന്നും സഹായം വന്നു ചേരും. രോഗികൾക്ക് ചികിത്സ മാറ്റം കൊണ്ട് വളരെയധികം ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് വാരാദ്യ ദിവസങ്ങളിൽ അഷ്ടമ രാശിക്കൂറ് വരുന്നതിനാൽ വാക്കുകളിലും കർമ്മങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അധികം സംസാരിക്കുന്നതിനാൽ നിങ്ങളിൽ ശത്രുക്കൾ വന്നു ചേരും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ വളരെയധികം വിഷമിക്കേണ്ടിയും വരുന്നതാണ്. ചൊവ്വാഴ്ച മുതൽ നിങ്ങൾക്ക് കാലം അനുകൂലമായി മാറും. വ്യാപാരത്തിൽ ഉണ്ടായിരുന്ന മാന്ദ്യങ്ങൾ മാറി തുടങ്ങുന്നതാണ്. കലാ സാഹിത്യ രംഗങ്ങളിൽ ഉണർവുണ്ടാകും. ബന്ധങ്ങൾ എല്ലാം തന്നെ ഊഷ്മളമായി തീരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കൈവരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനസമ്മതി ഉയരുന്നതാണ്. ചില കാര്യങ്ങൾ അവസാന നിമിഷം നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. അതിൻ്റെ സമ്മർദ്ദവും ജീവിതത്തിൽ വന്നു ചേരുന്ന വാരമാണ്.
അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ചൊവ്വ മകയിരം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാരമായതിനാൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഉദ്യോഗമുണ്ടാകും. ക്ഷോഭം ഉത്കണ്ഠയും കൂടുന്നതാണ്. അതുപോലെ വൈകാരിക പ്രതികരണങ്ങൾ ശത്രുക്കളെ സമ്മാനിക്കും. സാമ്പത്തികമായി നിങ്ങളുടെ ആവശ്യങ്ങൾ തടസ്സപ്പെടുന്ന ഒരു ആഴ്ചയല്ല. കൈവായ്പകൾ മടക്കി കിട്ടും. അതുപോലെ ബന്ധങ്ങൾക്കിടയിലെ തർക്കത്തിൽ പക്ഷം പിടിക്കേണ്ടിയും വരുന്നതാണ്. സിമ്പോസിയം, ഡിബേറ്റ് മുതലായവയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബ ജീവിതത്തിൽ വിട്ടുവീഴ്ചയും കരുതലും ഈയൊരു ആഴ്ച അനിവാര്യമാണ്. അതുപോലെ മകളുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. സാഹചര്യം നിങ്ങൾക്ക് ഈയൊരു ആഴ്ച സമ്മിശ്രമായി മാറും. നിർവഹണത്തിൽ തടസ്സങ്ങൾ വരുന്നതാണ്. അതുപോലെ വേണ്ടത്ര ആലോചിക്കാതെ കൈക്കൊണ്ടുപോകുന്ന തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകേണ്ട സ്ഥിതി ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കലാപരിശീലനത്തിനുള്ള സന്ദർഭം ലഭിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളുമൊത്ത് തീർത്ഥാടനം നടത്തുവാൻ കഴിയുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പള വർധനവും പുരോഗതിയും പ്രതീക്ഷിക്കാം. അതുപോലെ വിപണിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. കഴിഞ്ഞ ആഴ്ച പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന അനിശ്ചിതത്വങ്ങൾ എല്ലാം തന്നെ ഈയൊരു ആഴ്ച അവസാനിക്കും. കർമ്മരംഗത്ത് അല്പ അധ്വാനം വർദ്ധിക്കും. ഏകോപനം വിജയകരമായി മാറും. പുതിയ സ്ഥാപനം പ്രതീക്ഷിച്ച നേട്ടങ്ങൾ കൊയ്യുന്നതാണ്. അതുപോലെ പൊതുപ്രവർത്തകരുടെ ജനകീയ അടിത്തറ ഉയരും. ആരോഗ്യപരമായി നിങ്ങൾക്ക് സമ്മിശ്രമായ കാലമാകയാൽ കരുതൽ വേണ്ട ഒരു സമയമാണ്. ക്രയവിക്രയങ്ങളിൽ ആദായം വർദ്ധിക്കും. മകൻ്റെ ഭാവി സംബന്ധിച്ച നല്ല തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ കുടുംബസമേതമുള്ള യാത്രകൾ മാനസികമായി നിങ്ങളിൽ ഉണർവുണ്ടാക്കും. മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിക്ക് വക്രം തുടങ്ങുകയാൽ വളഞ്ഞ വഴികൾ ഈയൊരു ആഴ്ച സ്വീകരിക്കേണ്ടി വരും. നൈതികതയെ തള്ളിപ്പറഞ്ഞേക്കും. അതുപോലെ പരീക്ഷ, അഭിമുഖം ഇവയിൽ വളരെ വലിയ വിജയം കൈവരിക്കുന്നതാണ്. ഗവേഷണ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും. പതിവ് കാര്യങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള മുടക്കം വരുന്ന വാരമല്ല. കുടുംബത്തിലെ വയോജനങ്ങൾക്കായി സമയം കണ്ടെത്തേണ്ടതുണ്ട്. ശുപാർശകളിലൂടെ കരാറുകൾ പുതുക്കി കിട്ടും. അതുപോലെ സുഹൃത്തുക്കളുമായി ചേർന്ന് നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെ വലിയ ആദായം പ്രതീക്ഷിക്കാം. വെള്ളി, ശനി ദിവസങ്ങളിൽ ശുഭാരംഭങ്ങൾ ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങൾക്ക് ആശയവിനിമയ ശേഷി ആദരിക്കപ്പെടും. പൊതു കാര്യങ്ങൾക്കായി കൂടിയാലോചനകൾ നടക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ സുഗമമാവില്ല. അതുപോലെ മത്സര സ്വഭാവമുള്ള ടെൻഡറുകളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. എതിരാളികളുടെ ആരോപണങ്ങളെ തള്ളിക്കളയുവാനും രോഗി പരിചരണം ആത്മാർത്ഥതയോടെ നിർവഹിക്കുവാനും കഴിയും. നിർമ്മാണ പ്രവൃത്തിനാവശ്യമായ രേഖകൾ തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിക്കുവാൻ കഴിയുന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളിൽ ദേഹക്ലേശം അനുഭവപ്പെടുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു ആഴ്ച തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വരും. ശരി തെറ്റുകളെക്കുറിച്ച് വ്യക്തത കുറയുന്നതാണ്. അതുപോലെ വാഗ്ദാനങ്ങൾ നൽകിയ ആളുകൾ പിൻവലിയും. തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് തൊഴിലാളി സംഘടനകളുടെ നിസ്സഹകരണം നേരിടേണ്ടി വരുന്ന വാരമാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ പ്രോത്സാഹനമുണ്ടാകും. ചുമതലകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന മികവ് പുലർത്തുവാൻ കഴിയും. പണവരവ് ഈയൊരു ആഴ്ച മോശമാകില്ല. ചൊവ്വ മുതൽ കൂടുതൽ അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശുക്രൻ ഈയൊരു ആഴ്ചയുടെ അവസാനം വരെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് വളരെയധികം അനുകൂലമാണ്. സുഖഭോഗങ്ങൾ ഉണ്ടാകും. ഭൗതികമായ സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടുന്നതാണ്. മുന്തിയ വസ്ത്ര ആഭരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും.
സാധിക്കും. ധാർമ്മികമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതാണ്. അതുപോലെ അധികാരികൾ ശാസിക്കുവാൻ ഇടയുള്ള ഒരു വാരം കൂടിയാണ്. പിതൃപുത്ര ബന്ധത്തിൽ വിള്ളലുകൾ വരാം. അതുപോലെ ചില മറുപടികൾ ശ്രോതാവിൽ പ്രകോപനം സമ്മാനിക്കും. ഇഷ്ടമല്ലെങ്കിലും യാത്രകൾ ഈയൊരു ആഴ്ച വേണ്ടിവരും. അതുപോലെ തന്നെ വാരാദ്യ ദിവസങ്ങളിൽ ഗുണഫലങ്ങൾ കുറയുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ആദിത്യ സഞ്ചാരം കന്നി രാശിക്കാർക്ക് ഈയൊരു ആഴ്ച അനുകൂലമാണ്. അതുപോലെ മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയും. പിതാവിൽ നിന്നും പ്രശംസ ലഭിക്കുന്നതാണ്. ഈയൊരു ആഴ്ച നിങ്ങൾക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും അവയെല്ലാം തന്നെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവ് പ്രതീക്ഷിക്കാം. ചിങ്ങരാശിക്കാർക്ക് യാത്രകൾ വേണ്ടിവരും. അതുപോലെ കൂടിയാലോചനകളിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ വർദ്ധിക്കുന്നതാണ്. മുൻകോപം ഒഴിവാക്കുക. ആഴ്ചയുടെ രണ്ടാം പകുതി മുതൽ വളരെയധികം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു ആഴ്ച സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ അധ്വാന ഭാരം വർദ്ധിക്കും. ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും. കാലത്തിൻ്റെ മാറ്റങ്ങളെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് അല്പം പൂർവ്വസ്ഥിതിയെ പ്രാപിക്കുവാൻ കഴിയും. ഗാർഹികമായ അന്തരീക്ഷം വളരെയധികം സുഖകരമാകും. നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിൽ നിന്നും കടിച്ചു തൂങ്ങാതെ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ചെവിക്കൊള്ളുന്നത് വളരെയധികം ഗുണകരമായി മാറും. സാമ്പത്തികമായ കാര്യങ്ങളിൽ അധികം നിങ്ങൾക്ക് ഈ ആഴ്ച ക്ലേശിക്കേണ്ടി വരില്ല. നിലവിലുള്ള പ്രൊജക്റ്റുകളിൽ വിപുലീകരിക്കുവാൻ ശ്രമം തുടരുന്നതാണ്. വാരമധ്യം മുതൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് 2 വട്ടം ആലോചിച്ചിട്ട് വേണം. അതുപോലെ തന്നെ നക്ഷത്രാധിപൻ ചൊവ്വ രാശി സന്ധിയിലാകിയാൽ അശ്രദ്ധ വർദ്ധിക്കുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം കരുതൽ വേണ്ട സമയമാണ്. വസ്തു സംബന്ധിച്ച തീരുമാനങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹാനുകൂല്യം കുറവാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. കരാർ പുതുക്കുന്നത് ഉചിതമായി മാറുന്നതാണ്. കലാപ്രവർത്തകർക്ക് പരിശീലനത്തിനുള്ള നേരം കണ്ടെത്തുവാനും സാധിക്കും. ജന്മദേശത്തേക്ക് യാത്രയുണ്ടാകും. തീർത്ഥാടന യോഗമുണ്ട്. അതുപോലെ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അല്പം ഗുണം കുറയുന്ന വാരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് നിലവിലെ ജോലിയോട് വളരെയധികം മടുപ്പ് അനുഭവപ്പെടും. ക്രിയാത്മകമായി ഒന്നും ചെയ്യാനില്ലെന്നുള്ള മുഷിച്ചിലുണ്ടാകും. സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് ഈ ആഴ്ച നടന്നു കിട്ടുന്ന സമയമല്ല. പണം മുടക്കി ബിസിനസ് നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. ആരോഗ്യപരമായും നിങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം കാര്യം കൂടി പരിഗണിക്കുന്നത് വളരെയധികം ഗുണകരമാകും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുവാൻ കഴിയുന്നതാണ്. അവധിക്കാല യാത്രകൾ ആസൂത്രണം ചെയ്യുവാനും ഈയൊരു ആഴ്ച സാധ്യമാകും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. ഗ്രഹനിലയനുസരിച്ച് ഗുണം കുറയുന്ന ഒരു കാലഘട്ടമാണ്. പ്രവർത്തനങ്ങൾക്ക് ദിശാഭംഗമുണ്ടാകും. കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ തെറ്റുവാൻ ഇടയുള്ള വാരമാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴം മൗഢ്യ അവസ്ഥയിലാകുകയാൽ എന്തിലും ഏതിലും അവ്യക്തത കടന്നുവരും. വിശ്വസിച്ചേൽപ്പിച്ചവർ ദൗത്യങ്ങളിൽ നിന്നും പിൻവലിയുന്നതാണ്. വലിയ അധ്വാനത്തിന് ഈയൊരു ആഴ്ച നിങ്ങൾക്ക് ചെറിയ ലാഭം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ചെലവുകൾ നിയന്ത്രണാതീതമാകും. അതുപോലെ തന്നെ ഏജൻസി കമ്മീഷൻ ഇടപാടുകളിൽ നിന്നും ധനനേട്ടം കുറയുന്നതാണ്. സന്താനങ്ങളുടെ പഠന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച പല കാര്യങ്ങളും പിന്നീടത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ കൂടുതൽ ചുമതലകൾ ലഭിക്കുന്നതാണ്. ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനായി ശുപാർശ നടത്തുവാൻ സാധിക്കും. രാഷ്ട്രീയ താൽപ്പര്യം ഗുണം ചെയ്യുന്നതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കുവാൻ കഴിഞ്ഞേക്കും. സംഘടനാ രംഗത്ത്
പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പൊതു ചുമതലകൾ വന്നു ചേരും. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ തലപൊക്കുവാനും ഇടയുള്ള ആഴ്ചയാണ്. ആരോഗ്യപരമായി നിങ്ങൾ ജീവിതശൈലി രോഗങ്ങളെ കരുതിയിരിക്കേണ്ട വാരമാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. പ്രതീക്ഷിച്ച അവസരങ്ങൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ കർമ്മ നൈപുണ്യം മേലധികാരികളാൽ അംഗീകരിക്കപ്പെടും. സ്വയം വിമർശനത്തിന് തയ്യാറാകും. അതുപോലെ ഒപ്പമുള്ളവരുടെ കൊടുകാര്യസ്ഥതയും നിർഭയം ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്നതാണ്. ഗവേഷണ യാത്രകൾ പ്രതീക്ഷിക്കാം. രാഷ്ട്രീയപരമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതം സുഗമമാകും. കൃഷി, അടുക്കളത്തോട്ടം ഇവയിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. ഈയൊരു ആഴ്ച ചെലവ് ചുരുക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായി നിങ്ങൾക്ക് വിളർച്ച ബാധിക്കാം. അതുപോലെ ഭക്ഷണക്രമത്തിൽ വ്യത്യാസം വരുത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ കഴിയും. സഹപ്രവർത്തകരിൽ നിന്നും വേണ്ടത്ര സഹകരണം കിട്ടണമെന്നില്ല. താൽക്കാലികമായി വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ ഉള്ള ആളുകൾക്ക് ലാഭം വർദ്ധിക്കും. വിപണിയിൽ വിജയിക്കുവാൻ ആവശ്യമായ പരസ്യം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ കുടുംബ അംഗങ്ങളുമായി പല കാര്യങ്ങളിലും ഈയൊരു ആഴ്ച വിയോജിപ്പുണ്ടാകും. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾക്ക് നല്ല പോംവഴി തെളിഞ്ഞു കിട്ടും. സഹൃദയത്വം അംഗീകരിക്കപ്പെടും. അതുപോലെ വാരാന്ത്യവും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയ യാത്രകൾ വന്നു ചേരും. രോഗി പരിചരണത്തിന് നേരം നീക്കി വെക്കേണ്ടിയും വരുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ തടസ്സമുണ്ടാകും. ചിലപ്പോഴേക്കും നേട്ടങ്ങൾക്കായി കൂടുതൽ വിയർപ്പ് ഒഴുക്കേണ്ടി വരുന്നതാണ്. പലരോടും പല കാര്യങ്ങളും വിസ്തരിക്കേണ്ടി വരുന്നതാണ്. സ്വന്തം കഴിവുകൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകണമെന്നില്ല. അതുപോലെ പരാശ്രയത്വം മനസ്സമാധാനം കുറയ്ക്കും. എങ്കിലും നിങ്ങളുടെ ആത്മവീര്യം വർദ്ധിക്കുന്നതാണ്. പതുക്കെയെങ്കിലും ലക്ഷ്യപ്രാപ്തി ഈയൊരു ആഴ്ച നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ആദിത്യന്റെ സ്ഥിതിയിൽ വ്യാഴത്തിന് മൗഢ്യവും ശനിക്ക് വക്രവും ഭവിക്കുന്നു. ഇതിനാൽ തന്നെ ചിലർക്ക് സൗഹൃദം മൂലം അനിഷ്ടം ഏർപ്പെടാം. ഉദ്ദേശിച്ച കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടാം. ഗാർഹികമായി സമ്മിശ്രമായ ഒരു വാരമാണ്. ചിലരോട് നിങ്ങൾക്ക് കയർക്കേണ്ടി വരും. അതുപോലെ വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് വളരെയധികം ഉത്തമം. സ്വന്തമായി പണം മുടക്കി ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം ഈയൊരു ആഴ്ച പ്രതീക്ഷിക്കാം. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ചെലവ് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതി വന്നു ചേരുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ഈയൊരു ആഴ്ച പലർക്കും വഴികാട്ടിയായി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ തിരുത്തുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ പരിമിതികളും തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. എതിർപ്പുകളെയെല്ലാം തന്നെ ശക്തമായി പ്രതിരോധിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി പരാധീനതകൾക്ക് മറുമരുന്ന് കണ്ടെത്തുന്നത് വളരെയധികം ഗുണകരമായി മാറും. നിങ്ങളുടെ ബിസിനസ്സിലെ രഹസ്യങ്ങളെല്ലാം തന്നെ പരസ്യമാക്കാതിരിക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ഉത്കണ്ഠ വർദ്ധിക്കുന്നതാണ്. ഇല്ലാത്ത അസുഖങ്ങൾ ഭാവന ചെയ്യുന്നതാണ്. അതുപോലെ തീർത്ഥാടനത്തിലുള്ള സന്ദർഭം ഒത്തുവരും. സുഹൃത്തുക്കളുടെ തെറ്റിദ്ധാരണ അകറ്റുവാനും ഈയൊരു ആഴ്ച കഴിയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. ഉത്തരവാദിത്തങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയാത്തതിൽ മേലധികാരിയോട് നിങ്ങൾക്ക് വിശദീകരണം നൽകേണ്ടി വരും. നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്ക് ശല്യമായി മാറും. നിഴൽ യുദ്ധത്തിന് സ്വയം തയ്യാറാകേണ്ടി വരുന്ന ആഴ്ചയാണ്. ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുവാൻ പഠിക്കുന്നത് വളരെയധികം ഗുണകരമായി മാറും. പാരമ്പര്യ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ധനസ്ഥിതി ഈയൊരു ആഴ്ച അത്ര മോശമാകുന്ന സമയമല്ല. പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. അതുപോലെ വിശ്രമവും കുറയുന്ന വാരമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ വ്യാഴം ഉച്ചത്തിലുമാണ്. എന്നാൽ മൗഢ്യ അവസ്ഥയിലുമാണ്. അതിനാൽ തന്നെ ഗുണങ്ങൾ കടലാസിലുണ്ടാകും.
എന്നാൽ യാതൊരു രീതിയിലും നിങ്ങളുടെ അനുഭവത്തിൽ വരികയുമില്ല. ഉന്നത വ്യക്തികളുമായുള്ള പരിചയത്തിൽ വിള്ളൽ വരാം. പൂജ, ആരാധന, ഈശ്വരഭക്തി എന്നിവയ്ക്ക് നേരം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു വാരമല്ല. രോഗികൾക്ക് പതിവ് പരിശോധനകൾ നടത്തേണ്ടി വരും. ചെറുകിട ജോലികൾ, ദിവസ വേതനം എന്നിവയിൽ നഷ്ടമുണ്ടാകുന്ന വാരമല്ല. മത്സരാധിഷ്ഠിത കരാറുകൾ പരാജയപ്പെടും. അന്യനാട്ടിൽ നിന്നും ആശ്വാസപ്രദമായ വാർത്തകൾ കേൾക്കുവാനും ഇടയുള്ള വാരമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ജന്മശനി കാലമായതിനാൽ ദുരിതം പല രൂപത്തിൽ വന്നു ചേരും. ബന്ധുവിയോഗം, ധനനഷ്ടം, അർഹതയുള്ള പരിഗണന കിട്ടാതിരിക്കൽ എന്നിവയുള്ള കാര്യങ്ങൾ വന്നു ചേരാം. ക്ഷമ നിങ്ങൾക്ക് ഈ ഒരു വാരം അനിവാര്യമാണ്. സാഹസികമായ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ആഴ്ച ഒഴിവാക്കുക. ചെറിയ വീഴ്ചകൾ വലിയ ദോഷങ്ങൾ സമ്മാനിക്കും. ചെറുകിട സംരംഭങ്ങൾ തടസ്സപ്പെടുന്ന സമയമല്ല. ദിവസക്കൂലിയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് പതിവ് അവസരങ്ങൾ ലഭിക്കും. അലസത ചിലപ്പോൾ ഉദ്യമങ്ങൾക്ക് തടസ്സങ്ങളായി മാറും. വെള്ളി, ശനി ഒഴികെ മറ്റു ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. വക്രശനിയിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ വരും. അപ്രസക്ത കാര്യങ്ങൾക്കായി ധാരാളം ഊർജം നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നതാണ്. മിഥ്യാധാരണകൾ പടരാൻ അറിഞ്ഞോ അറിയാതെയോ കൂട്ടു നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ ആത്മവിശ്വാസം അമിതമാകുവാനിടയുണ്ട്. ക്രിയാപരമായ ചില നേട്ടങ്ങളും ഈ ഒരു ആഴ്ച പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. പ്രണയിക്കുന്ന ആളുകൾക്ക് ഇച്ഛാഭംഗത്തിന് ഇടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ട സമയം കൂടിയാണ്. അതുപോലെ വാരാന്ത്യ ദിവസങ്ങളിൽ മേന്മ കുറയുകയും ചെയ്യും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.